എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അഭിമാനത്തോടു കൂടി ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു അമ്പലത്തിന്റെ വേദിയിൽ ഒരു ക്രിസ്ത്യൻ സോങ് ആലപിച്ചപ്പോൾ ഒലിച്ചുപോയ സനാതന ധർമ്മവും ഹിന്ദുത്വവുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ശശികല ടീച്ചറെ, എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. കോവിഡ് എന്ന മഹാമാരി കാലത്ത് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. അക്കാലത്ത് എന്റെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പോലെ അസൽ ഹിന്ദു തറവാട്ടിലെ ഒരു അമ്മാവന് O- ബ്ലഡ് വേണം, അത്യാവശ്യമാണ്. ഒരു രാവും പകലും എല്ലാം അന്വേഷിച്ചു. ഇദ്ദേഹം ഒരു ജഡ്ജാണ്. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റിലെല്ലാം അന്വേഷിച്ചു, കേരളത്തിലെ ആകമാനം അന്വേഷിച്ചു. പക്ഷെ ആരും ഹോസ്പിറ്റലിലേക്ക് വരാനോ ബ്ലഡ് തരാനോ അക്കാലത്ത് തയ്യാറായില്ല. കോവിഡ് വരുമെന്നുള്ള ഭയമാണ് എല്ലാവർക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരാൾ റിപ്ലൈ ചെയ്യുന്നത്, ഞാൻ നാളെ വരാം, ഈരാറ്റുപേട്ടയിൽ നിന്നാണ്, അമൃത ആശുപത്രി കൊച്ചിയിൽ വന്ന് ഞാൻ ബ്ലഡ് തരാം. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ വരുമാനം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈ കൊച്ചി വരെ അദ്ദേഹം ഈ ബ്ലഡ് തരാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന്. ഞാൻ അത് പങ്കുവെച്ചപ്പോ അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം അന്ന് എന്റെ അടുത്ത് പറഞ്ഞൊരു ഭാഷ എന്താണെന്ന് വെച്ചാല്, മനുഷ്യനാവുന്നത് ഇക്കാലത്തല്ലേ മനുഷ്യനാകേണ്ടത്, നമ്മൾ മനുഷ്യനാണെന്ന് ജനിച്ചിട്ട് തെളിയിക്കണമല്ലോ മനുഷ്യനാണെന്നുള്ളത്, അതിന് ഒരു അവസരമായിന്നേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു ചായ പോലും കുടിക്കാതെ അയാൾ തിരികെ പോയി. ഇന്നും അയാൾ എന്റെ സൗഹൃദ ലിസ്റ്റിലുള്ളെന്നുള്ളത് എന്റെ ഒരു അഭിമാനം. അയാൾ ഒരു മുസൽമാനായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ടീച്ചറെ, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സനാതന ധർമ്മവും ഹിന്ദുത്വത്തിനൊക്കെ മേലെയാണ് മനുഷ്യത്വം എന്നത്. അത് ഓർമ്മയിലുണ്ടാവട്ടെ. അപ്പോ ഞാനിതൊരു മുസൽമാന്റെ കഥയായതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നുള്ള കമന്റുകളൊന്നും ഇനി എനിക്ക് ആരും അയക്കണ്ട. ഈ വീഡിയോ എന്റെ സഹോദരിക്ക്, അതായത് സിൻസി ഏലിയാസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഞാൻ അവ്യക്തമായിട്ട് ഈ വീഡിയോ കാണാൻ ഇടയുണ്ടായത്. ഈ ഒരു സമയത്ത് ഇത് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് സിൻസിക്ക് അഭിനന്ദനങ്ങളും അതിലുപരി ഒരു നന്ദിയും ഞാൻ അറിയിക്കുന്നു. കാരണം ഞാൻ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെ അനുകൂലമായിട്ട് ചെയ്ത വീഡിയോ, അതിന്റെ കമന്റുകൾക്ക് ചെയ്ത വീഡിയോയ്ക്ക് അടിയിലെല്ലാം വന്ന് എന്റെ തലയിലെ തട്ടം നോക്കിയിട്ടും എന്റെ പേര് നോക്കിയിട്ടും എന്നെ വിമർശനാത്മകമായി കമന്റ് ഇട്ട ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ജിഹാദ് മതമെന്ന് പറഞ്ഞിട്ടും ഞമ്മന്റെ മതം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടും ലോകത്തെ സമാധാനം എന്ന് പറയലല്ലാതെ ലോകത്തിന് സമാധാനം കൊടുക്കാത്തത് നിങ്ങളാണെന്നും ഒക്കെ ഉപരിയാണ്. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് കമന്റുകൾ ഇട്ടത്. ആ കമന്റിനു കൂടി ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. അങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ തന്നെ ഇപ്പോഴും വർഗീയപരമായിട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. അതിന്റെ അടിയിൽ വന്നിട്ടും ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസം, അതേതെങ്കിലും ആയിക്കോട്ടെ, X or Y, ആ വിശ്വാസത്തെയാണ് നിങ്ങൾ എല്ലാവരും അവിടെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. അതിനിടയിൽ ആ വിശ്വാസത്തിൽ നിന്നുള്ള ഒരാൾ മനുഷ്യത്വപരമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ വേറെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ ഇടുമ്പോൾ അത് തികച്ചും എനിക്കും കൂടി അഭിമാനമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ ഞമ്മന്റെ മതത്തിലുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ എടുത്ത് ഓരോ കാര്യങ്ങളായിട്ട് പറയത്തില്ലേ? അപ്പൊ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്തുകൊണ്ടാ പറയാത്തത്? അപ്പൊ ഇതും കൂടി എല്ലാവരുടെയും മുന്നിലേക്കൊന്ന് എത്തണമല്ലോ. അപ്പം ആ മതത്തിലാണ് ഞാനും വിശ്വസിക്കുന്നത്. ആ മനുഷ്യന്റെ അതേ മനസ്സ് തന്നെയാണ് എനിക്കും. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമുണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നവർ. ഈ മതത്തിന്റെ കാര്യം മാത്രം ഞാൻ എടുത്തു പറഞ്ഞത്, എനിക്ക് ഈ 2 വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ കൊണ്ടാണ്. എല്ലാ മതത്തിലും ഉണ്ട് നല്ലവരും മോശക്കാരും, വർഗീയപരമായി ചിന്തിക്കുന്നവരും, വർഗീയത പറയുന്നവരും, വർഗീയത പ്രവർത്തിക്കുന്നവരും. എന്നാൽ ഈ വർഗീയതയെ വെച്ചു പൊറുപ്പിക്കാനോ അല്ലെങ്കിൽ ഈ വർഗീയതയെ അനുകൂലിക്കാനോ എനിക്ക് സാധിക്കില്ല എന്നുള്ള എന്റെ നിലപാട് മാത്രമാണ് ഞാൻ എന്റെ വീഡിയോകളിലൂടെ വ്യക്തമാക്കുന്നത്. യാതൊരുവിധ വർഗീയ പരാമർശങ്ങളും ഞാൻ നടത്താറില്ല. യാതൊരു മതത്തെയും ഞാൻ ആക്ഷേപിക്കാറില്ല. എന്റെ മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരും ഞാൻ വിശ്വസിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും അവരൊക്കെ മനുഷ്യരാണെന്നും മാനുഷികമായിട്ടാണ് അവരോട് ഇടപെടേണ്ടതെന്നും അവരുടെ ജാതിയോ മതമോ നോക്കിയല്ല അവരുമായി സഹകരിക്കേണ്ടതെന്നും എന്നുമാണ് ഞാൻ പഠിച്ചത്. ഒരു കാര്യം കൂടി അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നു. ജാതി നോക്കി കൂട്ടുകൂടാറുമില്ല, കൂട്ടുകൂടിയവരുടെ ജാതി നോക്കാറുമില്ല. മനുഷ്യനാണോ നമ്മൾ സഹകരിക്കും. മനുഷ്യത്വമാണ് വലുത്. ജാതി മതമൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. അപ്പോ വേറെ ഒരു ന്യൂസും കൂടി ഞാൻ കണ്ടു. അതും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. എനിക്ക് അതും കൂടി ഒന്ന് വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. അതിന്റെ കണക്ഷൻ ലോസ്റ്റ് ആയി, എന്ത് പറ്റി എന്നറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ അതൊന്നും എടുത്തോട്ടെ. ഗീത നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലിട്ട ഒരു പോസ്റ്റാണ്. ഒരൊറ്റ ക്ഷേത്രങ്ങളിലും നന്ദഗോവിന്ദൻ ഭജന വെക്കരുത്, അവമാർ പള്ളിയിൽ പോയി പാടി 70,000 രൂപ വാങ്ങട്ടെ. എന്റെ പൊന്ന് ഗീത ചേച്ചി, ഇങ്ങനെയൊക്കെ വേണം.
നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാനും അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതും ഇങ്ങനത്തെയൊക്കെയുള്ള മെസ്സേജ് ആയിരിക്കണം കേട്ടോ. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കഷ്ടം എന്നല്ലാതെ കേരളത്തിലെ ഭൂരിഭാഗം മനുഷ്യരും ഇമാതിരിയുള്ള മെസ്സേജിനെ അനുകൂലിക്കുന്നവരല്ല. നന്ദഗോവിന്ദം ഭജൻസിനെ തന്നെയാണ് ഭൂരിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സംഘപരിവാറുകാർ പോലും അനുകൂലിക്കുന്നത് അവരെ തന്നെയാണ്. അവിടെ ഒരു പാട്ടുപാടിയതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഒരുപാട് ആൾക്കാർ, ഒരുപാട് നല്ല നല്ല വിശ്വാസികൾ വന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഗീത ചേച്ചിയുടെ വാക്കുകളൊന്നും നമ്മൾ വില കൽപ്പിക്കുന്നില്ല. താങ്ക് യു.